നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവവചനം ഒരുവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഫലം പുറപ്പെടുവിച്ച് അവനെ ദൈവാനുഭവമുള്ളവനാക്കി മാറ്റി അവൻ്റെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രമീകരിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ്. ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ വിതക്കാരൻ്റെ ഉപമ ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. ആ ഉപമയിൽ ഈശോ പറയുകയാണ്, വചനം 4 സ്ഥലങ്ങളിൽ വീഴുന്നു. അപ്പം ആദ്യത്തേത് വഴിയരികിൽ വീണ വിത്ത്. വിത്ത് ദൈവവചനമാണ്. വിത്ത് വഴിയരികിൽ വീഴുന്നു. അത് പക്ഷി വന്ന് കൊത്തിയെടുക്കുന്നു. ഈശോദിന് വിശദീകരണം നൽകിയാണ്. വചനം ശ്രദ്ധിക്കാത്തവന്റെ ഹൃദയത്തിൽ നിന്ന് സാത്താൻ വന്ന് അതെടുത്തു കളയുന്നു. അപ്പം ദൈവവചനം വഴിയരികെ പോലെ കിടക്കുന്ന സ്ഥലത്താണ് വീഴുന്നതെങ്കിൽ, നമുക്കറിയാം വഴിയരിക് സാധാരണഗതിയിൽ ആരും കയറി നടക്കുന്ന സ്ഥലമാണ്. ആർക്കും അതിലെ കയറി ഇറങ്ങി നടക്കാം. എന്തിനും വന്ന് വീഴാം. ഒരു വേസ്റ്റ് പോലും ഈ വഴിയരികിൽ വന്ന് വീഴും. അതിനൊരു ഉടമസ്ഥാവകാശമില്ല, ഒരു ഓണർഷിപ്പ് ഈ വഴിയരികിനില്ല പലപ്പോഴും. അപ്പോൾ അത് ആർക്കും എന്ത് വേണേലും ചെയ്യാം, ആർക്കും കയറി ഇറങ്ങി നടക്കാം. അപ്പോൾ ഹൃദയം വഴിയരിക് പോലെ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ, ഹൃദയം പൂർണ്ണമായും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന മനസ്സ്. അവിടെ എന്തും കയറി ഇറങ്ങും, ഏത് കാര്യങ്ങളും കയറി ഇറങ്ങും. ജഡികമായ താല്പര്യങ്ങൾ, ലോകത്തിൻ്റെ മറ്റു മോഹങ്ങൾ, അശുദ്ധികൾ, എല്ലാവിധ കാര്യങ്ങളും കയറി ഇറങ്ങുന്ന സ്ഥലമായിട്ട് ഒരു വഴിയരിക് പോലെ ഹൃദയത്തെ ഇടുക. അങ്ങനെയുള്ള ഹൃദയത്തിലേക്ക് വചനം വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ വഴിയരിക് പോലത്തെ ഹൃദയം. അപ്പോൾ അവിടെ ഒരു വചനം വന്നു വീണാലും, ആ വ്യക്തി ഒരു വചന ശുശ്രൂഷയിൽ വചനം കേൾക്കാൻ പോയാലും, ഈ അവൻ്റെ ഹൃദയം മുഴുവൻ ലോകമോഹങ്ങളിൽ കുടുങ്ങി എല്ലാവിധ അശുദ്ധിയിലും ലോകകാര്യങ്ങളിലും മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഈ വചനം അപ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന സാത്താൻ എടുത്തുകൊണ്ടു പോകും. അപ്പം വചനം മുള പൊട്ടുന്നു പോലുമില്ല, അതിനു മുമ്പ് തന്നെ അത് നീങ്ങിക്കളയും. രണ്ടാമത് ഈശോ പറഞ്ഞു, പാറപ്പുറത്ത് വീഴുന്നു വചനം. അത് മുളച്ചു പൊങ്ങും, പെട്ടെന്ന് തന്നെ വാടിപ്പോകും. ഈശോൻ്റെ വിശദീകരണവും പറഞ്ഞു, മണ്ണ് അധികമില്ലാത്തത് കൊണ്ട് പാറപ്പുറത്തിന് മുകളിൽ നിൽക്കുന്ന അല്പസ്വല്പം മണ്ണ് മാത്രമേ ഉള്ളൂ, വേര് പിടിക്കാൻ മണ്ണില്ല. മുള പൊട്ടിയെങ്കിലും അപ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോവുകയാണ്. അപ്പോൾ ദൈവവചനം ആഴത്തിൽ രൂപപ്പെടുന്നില്ല. വചനം നിമിത്തം ഒരു ക്ലേശം ഉണ്ടാകുമ്പം അപ്പോൾ തന്നെ വീണു പോകും. കാരണം
വചനത്തിന് വളർന്നിറങ്ങാനുള്ള മണ്ണ് അവിടെയില്ല. ഹൃദയം ഒരുങ്ങിയിട്ടില്ല. അല്പസ്വല്പം മാത്രം ഇളകി മറിഞ്ഞ ഒരു ഹൃദയം. ആ മണ്ണ് അല്പസ്വല്പം മാത്രമേ ഇളകിയിട്ടുള്ളൂ. അടിയിലോട്ടത് വിണ്ട് കീറിയിട്ടില്ല, രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വചനം ഉള്ളിലേക്ക്, ആ വചനത്തിൻ്റെ വിത്ത്, അതിൻ്റെ വേരാഴ്ന്നിറങ്ങുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും ഹൃദയം ഒരുക്കപ്പെട്ടിട്ടില്ല. മുകളിൽ അല്പം മാത്രം വചനമൊന്ന് ഇടാൻ മാത്രമുള്ള ഒരുക്കം. പക്ഷെ വചനത്തെ പ്രതി ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു മദ്യപാനി, അവൻ വചനം കേട്ടു, പക്ഷെ അവൻ മദ്യപാനത്തിലേക്ക് വീണ്ടും വരാൻ ശ്രമിക്കുമ്പോൾ ഈ വചനം ആഴ്ന്നിറങ്ങാത്തതുകൊണ്ട് ആ മദ്യപാനത്തിൽ അവൻ വീണ്ടും പോകും. വചനത്തെ പ്രതി അവിടെ ക്ലേശമുണ്ടായി. വചനം അവനെ ക്ലേശിപ്പിക്കുന്നുണ്ട്, വചനം അവനെ മദ്യപാനത്തിൽ നിന്ന് തടയുന്നു. പക്ഷേ ആ വചനത്തിന് വേരില്ലാത്തതുകൊണ്ട്, ഹൃദയം അവൻ നന്നായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും അവൻ മദ്യപാനത്തിൽ പോകും. ജഡിക പാപങ്ങൾക്ക് അടിപ്പെട്ടു പോയ വ്യക്തി വചനം കേട്ടു, മോചിതനാകാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളിലുള്ള വന്ന വചനം ഇത് തെറ്റാണെന്നൊരു ബോധ്യം നൽകുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ അടിപ്പെടുത്തി വച്ചിരിക്കുന്നത് ഭൂരിപങ്കും തിന്മയാണ്, സാത്താനാണ്. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ അടിപ്പെട്ട തിന്മ, അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന, ഹൃദയത്തെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന തിന്മ പാപ സാഹചര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകാൻ അവൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. അപ്പോൾ ഹൃദയം ഇളകിയിട്ടില്ല, ഹൃദയം നന്നായിട്ട് ഒരുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വചനത്തെ ധിക്കരിക്കും, വീണുപോകും. മൂന്നാമത്തത് മുള്ളുകൾക്കിടയിൽ വീണ വിത്താണ്. അത് മുള്ളുകൾ ഞെരുക്കിക്കളഞ്ഞു എന്നാണ് വചനത്തിൽ. അപ്പം വചനം പാകമാകുന്നില്ല, അതിൻ്റെ ഫലം പാകമാകുന്നില്ല. വളരാൻ ശ്രമിക്കുന്നുണ്ട് വചനം, പക്ഷെ ഫലം പാകമാകുന്നില്ല. ഇപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങൾ, ധനാസക്തി, ആകുലതകൾ, ഇതെല്ലാം ഈ ഹൃദയത്തിലുണ്ട്. നിലമാകുന്ന ഹൃദയത്തിൽ ലോകമോഹങ്ങൾ, ധനാസക്തി, എല്ലാവിധ ആകുലതകളും, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, അത് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, അതിലേക്കായി വചനം വീഴുന്നത്. അപ്പോൾ അവന് വചനം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും, ആ വചനം അല്പാൽപമായിട്ട് വളരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ആ വചനത്തിൻ്റെ വിത്ത് വളരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൃദയം വീണ്ടും ഒരുക്കപ്പെടാത്തത് കൊണ്ട് വചനം പാകമാകുന്നില്ല, വചനം അതിൻ്റെ ഫലം പാകമാകുന്നില്ല, ഞെരുങ്ങിപ്പോകും. നാലാമത് നല്ല നിലത്ത് വീണ വിത്താണ്. അത് വചനം അവിടെ വീണ് 30 മേനി, 60 മേനി, 100 മേനി ഫലം പുറപ്പെടുവിക്കും. അപ്പം അവിടെയും ലോകമോഹങ്ങൾ, ധനാസക്തി, ഈ ലോകത്തിൻ്റെ ഉത്കണ്ഠകൾ, ആകുലതകൾ, കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ്, അതൊന്നും ഇതിനെ ഞെരുക്കാൻ അനുവദിക്കുന്നില്ല ആ ഹൃദയം. കാരണം അത് ഒരുക്കപ്പെട്ട ഹൃദയം, കിളച്ചൊരുക്കിയ ഹൃദയം. ഒരു ഹൃദയത്തെ കിളച്ചൊരുക്കും, ഒരു നിലത്തെ കിളച്ചൊരുക്കുമ്പോൾ ആ നിലത്തിന് ഒരുപാട് ക്ഷതങ്ങളേൽക്കും. അതുപോലെ ഈ ഹൃദയം സഹനത്തിലൂടെ, ഒറ്റപ്പെടലാകാം, അവഗണനകളാകാം, രോഗദുരിതങ്ങളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, മറ്റുവിധ കഷ്ടങ്ങളാകാം. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം ഒരുക്കപ്പെടുക, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ പ്രേരണ.
അങ്ങനെ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, അവൻ്റെ കണ്ണെപ്പോഴും യേശുവിലേക്ക്, പടിപടിയായിട്ട് ആദ്യമൊക്കെ വീണു പോകും, വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ നിരവധി പരിശ്രമങ്ങളിലൂടെ ഹൃദയം അങ്ങോട്ട് കിളച്ചൊരുക്കപ്പെടും. എന്ന് വെച്ചാൽ സഹനത്തിലൂടെ അവൻ വീണ്ടും വീണ്ടും ഒരുക്കപ്പെടും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞത്, കഷ്ടതയിലൂടെ ഞാൻ നിന്നെ ശോധന ചെയ്തു, അത് എനിക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ ശോധന ചെയ്യപ്പെട്ട ഹൃദയം ആ നല്ല നിലത്തേക്ക് വചനം വീഴുമ്പോൾ അത് 30, 60, 100 മേനിയായിട്ട് ഫലം പുറപ്പെടുവിക്കും. ഇനി എങ്ങനെയാണ് ഇതിവൻ്റെ ജീവിതത്തിൽ ഫലങ്ങളായിട്ട് വരുന്നത്? പലപ്പോഴും നമ്മൾ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ മൂന്നാമത്തെ സാഹചര്യത്തിൽ വീണ വിത്തിന് തുല്യമാണ്, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. അപ്പം ഈശോ പറയുകയാണ്, നമ്മൾ നന്നായിട്ട് ഒരുക്കപ്പെടണം. ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയുടെ വചനം വന്ന് വീഴണം. ഈശോ തന്നെ ഒരുക്കും, നമ്മളതിന് നിന്നു കൊടുത്താൽ മതി. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ പരാതി പറയാതെ, പഴി പറയാതെ യേശുവിനോട് ചേർന്ന് നിന്നു കൊടുത്താൽ മതി. അപ്പോൾ ഈശോ ആ ഹൃദയത്തെ ഒരുക്കും. നമുക്കൊരുക്കാൻ പറ്റില്ല. ഈശോയുടെ വചനത്തിന് വളരാൻ ഈശോ തന്നെ നമ്മെ ഒരുക്കണം. അങ്ങനെ ഒരുക്കിയ ശേഷം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. വിത്ത് വളരും, ഫലം പുറപ്പെടുവിക്കും. അത് പാകമായി ഫലം പുറപ്പെടുവിക്കും. ഈശോ അതിന് ശേഷം മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 21 മുതലുള്ള വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഈസ് എ lamb brought in to be put under the bushel basket or under the bed and not on the lampstand. വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനല്ലല്ലോ, ഒരു വിളക്ക് കാലിൽ വെക്കാനല്ലേ. For there is nothing hidden except to be disclosed, nor is anything secret except to come to light. വചനം കൊണ്ട് നിറഞ്ഞ വ്യക്തി അവനൊന്നും ഹിഡൻ അല്ല. For there is nothing hidden. ഒന്നും അവന് ഒളിഞ്ഞിരിക്കുന്നില്ല, അവൻ ഒളിച്ചിരിക്കുന്നില്ല, അവന് മറഞ്ഞിരിക്കുന്നില്ല. എക്സെപ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്, വെളിപ്പെടാനല്ലാതെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവവചനം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി അവൻ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഒന്നും രഹസ്യമല്ല. നോർ ഈസ് എനിത്തിങ് സീക്രട്ട് എക്സെപ്റ്റ് ടു കം ടു ലൈറ്റ്. വെളിച്ചത്തിലേക്ക് വരാതെ രഹസ്യമായിട്ടിരിക്കുന്ന ഒന്നുമില്ല. അപ്പം എല്ലാ രഹസ്യങ്ങളും, ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, മാനുഷിക രഹസ്യങ്ങൾ, അതെല്ലാം അവന് വെളിപ്പെട്ട് കിട്ടും. ഇപ്പം വചനത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, വചനം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും നല്ല വെളിച്ചമായിട്ട് രൂപപ്പെട്ട് എല്ലാത്തിനെയും പകലെന്ന പോലെ കാണിച്ചു തരും. രഹസ്യങ്ങളൊന്നും അവനില്ല. പിന്നെ കർത്താവ് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലെറ്റ് എനി വൺ വിത്ത് ഇയേഴ്സ് ടു ഹിയർ ലിസൺ. എന്നിട്ട് വീണ്ടും ഈശോ 24 മർക്കോസ് 4:24 പഠിപ്പിക്കുകയാണ്. പേ അറ്റൻഷൻ ടു വാട്ട് യു ഹിയർ. The measure you give will be the measure you get. നിങ്ങൾ എപ്രകാരമാണ് ശ്രവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വചനം എപ്രകാരമാണ് ശ്രവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. The measure you give will be the measure you get. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും.
ആൻഡ് സ്റ്റിൽ മോർ വിൽ ബി ഗിവൺ യു. അതിൽ കൂടുതലും കിട്ടും. അപ്പോൾ വചനം നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ, എത്രമാത്രം വചനത്തിൽ ആഴപ്പെടുന്നുണ്ടോ, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് വചനത്തിന് മുമ്പിൽ സമയം കണ്ടെത്തി അങ്ങിരിക്കണം. സമയം കണ്ടെത്തി അതിനുവേണ്ടി മാറ്റിവെച്ച് വചനത്തിന് മുമ്പിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇരിക്കണം. കർത്താവെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധയോടെ ഈ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊരളവ് കൊടുക്കുകയാണ്. നമ്മളൊരു വളരെയധികം ശ്രദ്ധ ആ വചനത്തിന് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന അളവിൽ തന്നെ നമുക്ക് ഈശോ വചനത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി തരികയാണ്. ഇപ്പോൾ പിന്നീട് പറയാം, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ദോസ് ഹു ഹാവ് മോർ വിൽ ബി ഗിവൺ ആൻഡ് ഫ്രം ദോസ് ഹു ഹാവ് നത്തിങ് ഈവൻ വാട്ട് ദേ ഹാവ് വിൽ ബി ടേക്കൺ അവേ. അപ്പോൾ ഉള്ളവന് കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവൻ എന്നുള്ളത് കൂടി എടുത്തു കളയും. അപ്പം നമ്മൾ വചനം എത്ര ശ്രദ്ധയോടെ, പേ അറ്റൻഷൻ ടു വാട്ട് യു ഹിയർ, നിങ്ങൾ എപ്രകാരമാണ് ശ്രവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുവിൻ. എത്ര അളവിലാണോ നിങ്ങൾ വചനത്തിനൊരു ശ്രദ്ധ കൊടുക്കുന്നത്, അത്രയും അളവിൽ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ അതേ ഭാഗം വീണ്ടും കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളിൽ ഈശോ അത് തന്നെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് 18-ാം വചനം: പേ അറ്റൻഷൻ ടു ഹൗ യു ലിസൺ. എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത്, എപ്രകാരമാണ് വചനത്തെ നിങ്ങൾ സമീപിക്കുന്നത്? താല്പര്യത്തോടെയാണോ? ഈ വചനം എനിക്ക് പറഞ്ഞു തരണം എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താൻ തക്കുന്ന വചനത്തിൻ്റെ ബോധ്യം തരണമേ. ഇങ്ങനെ ഒരു ബോധ്യത്തോടു കൂടിയാണോ ഞാൻ വചനത്തിന് മുമ്പിലിരിക്കുന്നത്? അതോ വെറുതെ വായിച്ചു വിടുകയാണ്, ഒരു പുസ്തകം വായിക്കുന്ന പോലെ? അതല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. എനിക്കിതെൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാകത്തില്ല. ഈശോ വെളിപ്പെടുത്തി തരണം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അപ്പോൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ തുടങ്ങാം. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. ഹി ഓപ്പൺ ദെയർ മൈൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. അങ്ങനെ കർത്താവ് വചനം പറഞ്ഞ്, കർത്താവ് എൻ്റെ മനസ്സ് തുറക്കണേ, വചനം മനസ്സിലാക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വചനത്തിന് മുമ്പിലിരിക്കണം. 1/2 മണിക്കൂർ ഇരുന്ന് അതിനെപ്പറ്റി ഒന്ന് ധ്യാനിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത്, വചനഭാഗം എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങണം. അപ്പോൾ ഈശോ വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈശോ ഈ വചനത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുകയാണ്, സ്വർഗരാജ്യം ഒരു കടുക് മണിക്ക് സദൃശം. It is like a mustard seed. When it is sown upon the ground, is the smallest of all the seeds on the earth. ഈ സ്വർഗരാജ്യം അത് മനുഷ്യഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുമ്പോൾ ഏറ്റവും ചെറുതാണ്. എന്നാൽ ഈ കടുകുമണി വളർന്ന് ഒരു വലിയ മരമായി വലിയ ശിഖരങ്ങൾ പുറപ്പെടുവിച്ച് ഫലം പുറപ്പെടുവിക്കുകയും ആകാശത്തിലെ പറവകൾ അതിൽ കൂടുകൂട്ടുകയും ചെയ്തു. സ്വർഗരാജ്യം ഇതുപോലെയാണ്. വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ഈശോ പഠിപ്പിച്ചു തരും. അത് ഫലം പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയൊരു മരമായിട്ട് അനേകരുടെ ജീവിതങ്ങൾക്ക് തണലായിട്ട് രൂപപ്പെടും. ഈ വചനം സർവ്വ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും.
നമ്മൾ മുന്നോട്ട് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും വെളിപ്പെട്ടതല്ല. നത്തിങ് ഈസ് ഹിഡൻ അബൌട്ട് അവർ ലൈഫ് ആൻഡ് അതേഴ്സ് ലൈഫ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം കർത്താവ് വേണ്ട സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈശോ 1 ജോൺ 2:27 യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ദ അനോയിൻറ്റിങ്സ് യു റിസീവ്ഡ് ഫ്രം ഹിം അബൈഡ്സ് ഇൻ യു. അവനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. സോ യു ഡു നോട്ട് നീഡ് എനിവൺ ടു ടീച്ച് യു. നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബട്ട് ഹിസ് അനോയിൻറ്റിങ് ടീച്ചസ് യു എവറിത്തിങ്. അവൻ്റെ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പം വചനത്തിലൂടെ എല്ലാം ഈശോ വെളിപ്പെടുത്തി തരും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ റോമാലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെപ്പറ്റി അതിനകത്ത് പറഞ്ഞു തരുന്നത്. അബ്രഹാം ബിലീവ്ഡ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ് റെക്കൺ ടു ഹിം ആസ് റൈച്ചിയസ്നെസ്. 4-ാം അധ്യായം 3-ാം തിരുവചനമാണ്. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതീകരണമായിട്ട് കണക്കാക്കി. പിന്നീട് ആ അധ്യായം മുഴുവൻ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്നിട്ടും അവൻ തനിക്കൊരു സന്തതിയെ ലഭിക്കുമെന്ന് വിശ്വസിച്ചു. പ്രതികൂല സാഹചര്യങ്ങളൊന്നും അവൻ്റെ വിശ്വാസത്തെ ഇളക്കിയില്ല. അത് 4-ാം അധ്യായം 20-ാം വചനം: നോ ഡിസ്ട്രസ്റ്റ് മെയ്ഡ് ഹിം വേവർ കൺസേണിങ് ദ പ്രോമിസ് ഓഫ് ഗോഡ്, ബട്ട് ഹി ഗ്രൂ സ്ട്രോങ് ഇൻ ഹിസ് ഫെയ്ത്ത് ആസ് ഹി ഗേവ് ഗ്ലോറി ടു ഗോഡ്. ഒരു പ്രതികൂലങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അവിശ്വസിക്കാൻ അവൻ ഇടയാക്കിയില്ല. പക്ഷെ വിശ്വാസത്തിൽ അവൻ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം നൽകി. എന്തുകൊണ്ടെന്നാൽ ദൈവം വാഗ്ദാനം ചെയ്തത് ദൈവത്തിന് തരാൻ കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 21-ാം വചനം: ബീയിങ് ഫുള്ളി കൺവിൻസ്ഡ് ദാറ്റ് ഗോഡ് വാസ് ഏബിൾ ടു ഡു വാട്ട് ഹി ഹാഡ് പ്രോമിസ്ഡ്. 22-ാം വചനം: therefore his faith was reckoned to him as righteousness. തുടർന്ന് താഴെ പറയാണ്, അത് അവന് മാത്രമല്ല, ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പിന്തുടരുന്ന നമുക്കും അത് നീതിയായിട്ട് പരിണമിക്കും. ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്ക് അത് നീതീകരണത്തിനായിട്ട് മാറും. 25-ാം വചനം റോമാലേഖനം 4:25: അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ റോമാലേഖനം ഈ വിശ്വാസം എങ്ങനെ ഒരുവനെ നീതീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു വചനബോധ്യമാണ്. അതിനൊരു ഉദാഹരണമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അതാണിപ്പോൾ വിവരിക്കുന്നത്. 10-ാം അധ്യായം പറയുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വചനം: ഫെയ്ത്ത് കംസ് ഫ്രം വാട്ട് ഈസ് ഹെഡ് ആൻഡ് വാട്ട് ഈസ് ഹെഡ് കംസ് ത്രൂ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. അപ്പം യേശുവിനെ കുറിച്ച് അറിയാൻ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ച് കിട്ടുന്ന അറിവിലൂടെ നമ്മൾ വിശ്വാസത്തിലേക്ക് വളരും. ഇതാണ് തുടക്കം. വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറയുന്നുണ്ട്.
വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച് യേശുവിനെ രക്ഷകൻ നാഥനുമായിട്ട് കർത്താവുമായിട്ട് സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസമാണ് തുടക്കം. എങ്ങനെ വിശ്വസിക്കും? ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ സുവിശേഷം വായിക്കണം. അതാണ് റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെ വിശ്വാസത്തിൽ വന്നാൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. 9-ഉം 10-ഉം വചനങ്ങളാണ്. The word is near you, on your lips and in your heart. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ദൈവവചനമുണ്ട്. The word of faith that we proclaim. ഞങ്ങൾ പ്രഘോഷിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം. 9-ാം വാക്യം തുടരുകയാണ്. If you confess with your lips that Jesus is Lord. കർത്താവാണ്, ഈശോ എൻ്റെ കർത്താവാണ്, എന്നെ വീണ്ടെടുത്തവനാണ്, എൻ്റെ ഉടമസ്ഥനാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയും. And believe in your heart that God raised him from the dead. You will be saved. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും പൂർണ്ണമായിട്ട് ഒരു വ്യക്തി ഉൾക്കൊള്ളുമ്പോൾ, എനിക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്, എനിക്ക് വേണ്ടി ദൈവപിതാവ് അവനെ ഉയർപ്പിച്ചു, അതാ വിശ്വാസം. ഈ വിശ്വാസം ഏറ്റു പറയും. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തി നീതീകരിക്കപ്പെടും. 2 വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റൈച്ചസ്നെസ്, ഒന്ന് ജസ്റ്റിഫിക്കേഷൻ. നമ്മുടെ 4-ാം അധ്യായത്തിൽ, റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി, റൈച്ചസ്നെസ്സായി പരിഗണിക്കപ്പെട്ടു. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തുടക്കം മുതൽ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, റിസൾട്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സിൻസ് വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ട നമുക്ക് യേശുക്രിസ്തു മൂലം ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ത്രൂ ഹും വി ഹാവ് ഒബ്റ്റൈൻഡ് ആക്സസ് ടു ദിസ് ഗ്രേസ് ഇൻ വിച്ച് വി സ്റ്റാൻഡ്. അവൻ വഴി നമുക്ക് ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. തുടർന്ന് 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. തുടർന്ന് അത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രതീക്ഷയിൽ അഭിമാനിക്കുന്നു. വി ബോസ്റ്റ് ഇൻ അവർ ഹോപ്പ് ഓഫ് ഷെയറിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. 3-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, ബട്ട് വി ഓൾസോ ബോസ്റ്റ് ഇൻ അവർ സഫറിങ്സ്. നമ്മുടെ കഷ്ടതയിലും നമ്മൾ അഭിമാനിക്കുന്നു. നോവിങ് ദാറ്റ് സഫറിങ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, എൻഡ്യൂറൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ. സഹനശീലം ആത്മധൈര്യവും, ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ്. ആത്മധൈര്യം പ്രത്യാശയും. അതിലേക്ക് നയിക്കുന്നു. അതായത് കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ. അപ്പം വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി സുവിശേഷം വായിച്ചു, യേശുവിനെ അറിഞ്ഞു, യേശു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, എനിക്ക് വേണ്ടി അവിടുന്ന് ഉത്ഥാനം ചെയ്തു, ദൈവനെ ഉയർപ്പിച്ചു. ആ വചനം എൻ്റെ അധരത്തിൽ നിൽക്കുക, എൻ്റെ ഹൃദയത്തിലും അതുണ്ട്. ഞാനത് ഏറ്റുപറയുക എൻ്റെ ഹൃദയം കൊണ്ടും അധരം കൊണ്ടും. അങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് സഫറിങ്സ് വരുവാണ്. അതാണ് നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. റോമാലേഖനം 5. അപ്പം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? യേശുവിനെ കുറിച്ച് അറിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചു, അപ്പം സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കും, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് സൗജന്യദാനമാണ്, നമ്മൾ നേടിയെടുത്തതല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് യേശുവിൽ വിശ്വസിച്ചത് മൂലം ഈ കൃപയും കിട്ടി, നീതീകരണവും കിട്ടി. ഇനി അതിൻ്റെ ഫലങ്ങളാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്.
അങ്ങനെ ലഭിച്ച ഒരു വ്യക്തി സഫറിങ്സിലേക്ക് പോകും. അല്ലാതെ ഒരു വ്യക്തിയാണ്, വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് സഫറിങ്സ് കഷ്ടതയിലേക്ക് പോകുന്നെങ്കിൽ അവൻ പഴിചാരും, അവൻ നിരാശപ്പെടും, ആ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി, അവന് നീതീകരണത്തിൻ്റെ ഫലങ്ങൾ കർത്താവ് കൊടുക്കും. ദൈവമഹത്വത്തിൽ പങ്കുചേരാവുന്നൊരു പ്രതീക്ഷയാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഷ്ടതയാണ്. ആ കഷ്ടത, സഫറിങ്സ്, സഹനശീലം, എൻഡ്യൂറൻസ്, അത് പ്രൊഡ്യൂസ് ചെയ്യും, അതിലേക്ക് നയിക്കും. സഹനശീലം ക്യാരക്ടറിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് നയിക്കും. ആത്മധൈര്യം പ്രത്യാശയിലേക്ക്, ഹോപ്പിലേക്ക് നയിക്കും. പിന്നീട് റോമാലേഖനം 5-ാം അധ്യായം 5-ാം വചനം, അത് നമുക്കറിയാവുന്ന വചനമാണ്. ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us because God's love has been poured into our hearts through the Holy Spirit that has been given to us. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഗോഡ്സ് ലവ് ഹാസ് ബീൻ poured into our hearts through the Holy Spirit. ഇത് കിട്ടാൻ എന്തു വേണം? ആദ്യം വിശ്വാസമെന്ന അടിസ്ഥാനം, സുവിശേഷം കേട്ട് യേശുവിനെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നിന്ന് സഫറിങ്സിലേക്ക് പോകും. എന്തിനാ സഫറിങ്സ്? അതാണ് ഞാൻ ഈ റെക്കോർഡിങ്സിൻ്റെ ആദ്യം സൂചിപ്പിച്ചത്. ഹൃദയം ഒരുക്കപ്പെടണം സഫറിങ്സിലൂടെ. കിളച്ച് മുറിവേറ്റ് ഒരുക്കപ്പെടണം. വചനം സ്വീകരിക്കാൻ ഒരുങ്ങണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അഴിയണം. നമ്മുടെ ഹൃദയം അങ്ങോട്ട് കിളച്ച് സഫറിങ്സിലൂടെ നന്നായിട്ട് ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു നിലത്തിലേക്ക് വചനം വീണ് വിശ്വാസമെന്ന വിത്ത് അവിടെ പാകണം. അല്ലെങ്കിലോ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പാറപ്പുറത്ത് വീണ പോലെയും വഴിയരിൽ വീണ പോലെയും ആണ് നമ്മുടെ ഹൃദയമെങ്കിൽ പാറപ്പുറം പോലെ കിടക്കുന്നു, വഴിയരിക്ക് പോലെ കിടക്കുന്നു, അല്ലെങ്കിൽ മുള്ളുകളും കളകളും എല്ലാം നിറഞ്ഞ് കിടക്കുന്നു. അങ്ങനെ ഒരു ഹൃദയമാണ് ഉള്ളതെങ്കിൽ ഈ വിശ്വാസം എന്ന വിത്ത്, വചനം തരുന്ന ഒരു വിശ്വാസമാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പം, അത് റോമലേഖനം 10 പറഞ്ഞല്ലോ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള അറിവിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്നു. അതിന് വചനം വായിക്കണം. അപ്പോൾ ആ വിശ്വാസം അത് വളരണമെങ്കിൽ എന്ത് വേണം? നല്ല നിലം വേണം. അതിനാണ് റോമാലേഖനം 5 നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, സൗജന്യമായിട്ട് നീതീകരണം ലഭിച്ചു. ആ നീതീകരണത്തിൻ്റെ ഫലം ഏറ്റവും അവസാനത്തെ ഫലം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവസ്നേഹമാണ്. അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഹൃദയം ഒരുക്കപ്പെടണം. അപ്പം ഫസ്റ്റ് പോയിന്റ്, വിശ്വാസത്തിലെന്ന വ്യക്തിയിൽ ജീവിതം സംഭവിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്? സഫറിങ്സ്, കഷ്ടതകൾ. അവൻ്റെ ഹൃദയത്തെ ഒരുക്കാൻ കഷ്ടത വരും. ആ കഷ്ടതയിൽ നിന്ന് ഹൃദയം നന്നായിട്ട് ഒരുങ്ങി കഴിയുമ്പം ഈ ക്രിസ്തുവിനെക്കുറിച്ച് ലഭിച്ച അടിസ്ഥാന അറിവിലൂടെ, സുവിശേഷത്തിലൂടെ ലഭിച്ച അറിവിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസം അതങ്ങ് വളരാൻ തുടങ്ങും. വചനമാകുന്ന വിത്തങ്ങ് വളരും. അങ്ങനെ വളരുന്ന സമയത്ത് ഈ കഷ്ടതകൾ തുടർന്നുകൊണ്ടിരിക്കും. അതൊരു സഹനശീലമായിട്ട് മാറും. എൻഡ്യൂറൻസ്, നമുക്കതൊരു ശീലമാകും. നമുക്കൊരു പിടിച്ചു നിൽക്കാൻ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു, പിടിച്ചു നിൽക്കാനുള്ളൊരു ബോധ്യം കിട്ടും. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ ആത്മധൈര്യത്തിലേക്ക്, ക്യാരക്ടർ, സഫറിങ്സ്, എൻഡ്യൂറൻസ്, ആത്മധൈര്യം, സഹനശീലം, എൻഡ്യൂറൻസ്, സഹനശീലം, പിന്നെ ആത്മധൈര്യം, ക്യാരക്ടർ, അതിലേക്ക് വരും. അപ്പം കർത്താവ് നമ്മെ കൈവിടുന്നുള്ള ബോധ്യമാണ്. അപ്പോൾ എങ്ങനെയാണ്? വചനം നന്നായിട്ട് ഒരുക്കപ്പെട്ട, സഫറിങ്സിലൂടെ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ വീണു. ആ വിശ്വാസം അങ്ങ് വളർന്നു. നീതീകരണത്തിൻ്റെ ഫലങ്ങളിലേക്ക്, സഫറിങ്സിലേക്ക് പ്രവേശിച്ചു. സഹനശീലം കിട്ടി, ആത്മധൈര്യം കിട്ടി. ആത്മധൈര്യത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരിക. ക്യാരക്ടർ പ്രൊഡ്യൂസസ് ഹോപ്പ്. പിന്നെയാണ് റോമാലേഖനം 5:5
ഈ പ്രത്യാശയിലേക്ക് വന്ന വ്യക്തി ഒരിക്കലും നിരാശനാകുന്നില്ല. കാരണം കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ. അപ്പം കഷ്ടതയും സഹനശീലവും ആത്മധൈര്യത്തിലേക്ക് എത്തുമ്പോഴും നിരാശപ്പെടാം. പക്ഷെ പ്രത്യാശയിലേക്ക് വരുമ്പം ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് us. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുന്ന ഒളിമങ്ങാത്ത ശോഭയുള്ള കിരീടം, ദൈവിക അനുഭവങ്ങൾ, അത് ഈ പ്രത്യാശയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിറയുക നമ്മൾ. മാമോദീസയിലും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വന്നെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ അടിപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഈ ദൈവവചനം നമ്മളിൽ ആഴപ്പെടാൻ നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന സഹന വഴിയിലൂടെ കടന്നു പോകാൻ മടിക്കുന്നതുകൊണ്ടാണ്. അപ്പം തന്നെ തള്ളിപ്പറയുക, മടുത്തു, ദൈവത്തെ തള്ളിപ്പറയുകയാണ്. ദൈവം ഇടപെടുന്നില്ല ജീവിതത്തിൽ. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കല്യാണം നടക്കുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങൾ. ഈശോ ഇടപെടും, സഹിച്ചു നിൽക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രത്യാശയിലൂടെ ആത്മധൈര്യത്തിലെത്തി. പ്രത്യാശയിലെ കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ. ഈ പ്രത്യാശയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ കിട്ടിയത്, മാമോദീസയിലും സ്ഥൈര്യലോകത്തിനോടും കിട്ടിയത് ജ്വലിക്കാൻ തുടങ്ങും. ആ ജ്വലനം ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കും. അപ്പോൾ വചനത്തിൻ്റെ ബോധ്യം ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ 1 കൊറിന്തോസ് 13 അധ്യായം കൂടെ മനസ്സിലാക്കണം. 1 കൊറിന്തോസ് 13 അധ്യായം, അതിൽ സ്നേഹത്തിൻ്റെ ഒരധ്യായം. അത് ദ ഗിഫ്റ്റ് ഓഫ് ലവ് എന്നതിന് തലക്കെട്ട്. ഞാൻ മനുഷ്യരുടെ, മാലാഖമാരുടെ ഭാഷകൾ സംസാരിച്ചാലും, if I speak the languages, tongues of mortals and angels, if I do not have love, I am a noisy gong or a clanging cymbal. മുഴങ്ങുന്ന കൈത്താളം, ചിലങ്ങുന്ന, ഞാനൊരു കൈത്താളം ആണെന്നോ ആണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഒരു ഉപകാരമില്ലെന്ന് എന്നെ കൊണ്ട്. ഞാൻ ഈ ഭാഷകളൊക്കെ സംസാരിച്ചാലും എനിക്ക് പ്രവചനപരമുണ്ട്. എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും മനസ്സിലാക്കാൻ തക്ക അറിവുണ്ട്. മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ട്. നമ്മളവിടെ പറഞ്ഞു, വിശ്വാസം അവിടെ വളർന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പടിപടിയായിട്ട് വളർന്നിട്ടുണ്ട്. ആ വിശ്വാസം നമുക്കുണ്ട്, അറിവുമുണ്ട്, പ്രവചനപരമുണ്ട്. എല്ലാം വിട്ടുകൊടുക്കാൻ സന്നദ്ധമായി. പക്ഷേ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഐ ഗെയിൻ നത്തിങ്. ഞാനൊന്നും നേടിയിട്ടില്ല. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ വിശേഷത പറയുകയാണ്. സ്നേഹം സഹിക്കുന്നതാണ്, ക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അസൂയപ്പെടുന്നില്ല. 13 അധ്യായം 1 കൊരിന്തോസ് 13 മുതലുള്ള വചനങ്ങളാണ്. സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ആ വാക്കുകൾ വീണ്ടും അവിടെ വരികയാണ്. 13:7 ലവ് ബെയർസ് ഓൾ തിങ്സ്, ബിലീവ്സ് ഓൾ തിങ്സ്, ഹോപ്സ് ഓൾ തിങ്സ്, എൻഡ്യൂഴ്സ് ഓൾ തിങ്സ്. ഈ വാക്കുകളൊക്കെ നമ്മൾ റോമാലേഖനം 5 കണ്ടതാണ്. എൻഡ്യൂറൻസ്, ഹോപ്പ്, സഫറിങ്, എല്ലാം സഹിക്കുന്നു, സഹനശീലത്തിലൂടെ കടന്നു പോകുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. അപ്പോൾ സ്നേഹത്തിലെത്തുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഈ ഘടകങ്ങളെല്ലാം വന്നു. സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, തുടർന്ന് 9 മുതലുള്ള വചനങ്ങളാണ്. നമ്മൾ ഭാഗികമായിട്ടേ അറിഞ്ഞുള്ളൂ. പ്രവചിക്കുന്നതും ഭാഗികമായിട്ടാണ്. നമ്മുടെ പ്രവചനങ്ങൾ പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. വെൻ കംപ്ലീറ്റ് കംസ് ദ പാർഷ്യൽ വിൽ കം ടു ആൻ എൻഡ്. നമ്മളിപ്പോൾ കണ്ണാടിയിൽ കാണുന്നു, അപ്പോൾ മുഖാമുഖം കാണും. സ്നേഹത്തിലേക്ക് എത്തിയാൽ നമ്മളിപ്പോൾ യേശുവിനെ മുഖാമുഖം കാണും, ദൈവത്തെ മുഖാമുഖം കാണും. അപ്പം കർത്താവ് എന്നെയും പൂർണ്ണമായി അറിയും. ഐ വിൽ നോ ഫുള്ളി ഈവൻ ആസ് ഐ ഹാവ് ബീൻ ഫുള്ളി നോൺ. ഞാൻ പൂർണ്ണമായിരുന്ന പോലെ, എന്നെ പൂർണ്ണമായിരുന്ന പോലെ ഞാനും പൂർണ്ണമായി അറിയും. എന്നിട്ട് അവസാന വാക്ക് 13, 1 കൊരിന്തോസ് 13:13. And now faith, hope and love abide. These three, and the greatest of these is love.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ റോമാലേഖനം 5 നീതീകരണത്തിൻ്റെ ഫലങ്ങൾ കഷ്ടത, വിശ്വാസത്തിൽ തുടങ്ങുന്നു, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. അതാ ഞാൻ ആദ്യം പറഞ്ഞ വിത്തിൻ്റെ ഉപമ വചനം. അത് ഫലം പുറപ്പെടുവിക്കാൻ വിത്തിടുന്നു. ആ വിശ്വാസത്തിൻ്റെ വിത്ത് വളരുന്നു. വളർന്ന് നമ്മളെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകും, സഹനശീലത്തിലേക്ക് കൊണ്ടുപോകും, ആത്മധൈര്യത്തിലേക്ക് വരും. കഷ്ടത, സഹനശീലം, ആത്മധൈര്യം. 4 പ്രത്യാശയിലേക്ക്. അപ്പം വിശ്വാസം മുതൽ തുടങ്ങുമ്പം വിശ്വാസം, കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ, 5 6 സ്നേഹം. പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം നമ്മളിലേക്ക് നിറയപ്പെട്ടിരിക്കുന്നു. God's love has been poured into us through the Holy Spirit that has been given to us. റോമ 5:5. അപ്പോൾ ഇവിടെ 1 കൊരിന്തോസ് 13:13 പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹം ഏത് പടിയാണ്? ഏറ്റവും അവസാനത്തെ പടി. അപ്പോൾ ആ സ്നേഹത്തിൽ എന്തുണ്ട്? സഹനശീലമുണ്ട്. സ്നേഹമെല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. വിശ്വാസത്തിലാണ് തുടങ്ങിയത്. വിശ്വസിക്കുന്നു, സഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം വന്ന് അവസാനം എത്തുമ്പം ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. അപ്പം വചനം ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിലേക്ക് അവൻ പൂർണ്ണത പ്രാപിക്കുക. ഞാൻ വചനഭാഗം ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ ഒരു വചനഭാഗം. അപ്പോൾ നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, നത്തിങ് ഈസ് ഹിഡൻ. ഒന്നും രഹസ്യമായിരിക്കുന്നില്ല, ഒന്നും മറച്ചു വയ്ക്കപ്പെട്ടിട്ടില്ല. നത്തിങ് ഈസ് സീക്രട്ട്. ഒന്നും രഹസ്യമായിരിക്കുന്നില്ല, എല്ലാം വെളിപ്പെട്ട് കിട്ടുകയാണ്. വചനത്തിൽ എത്രമാത്രം ഹൗ യു പേ അറ്റൻഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ലിസൺ ഹൗ യു ആർ അറ്റൻഡിങ് ഓർ യു ആർ ഗിവിങ് യുവർ അറ്റൻഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. എത്രമാത്രം ശ്രദ്ധയാണ് വചനത്തിന് കൊടുക്കുന്നത്. അതിനനുസരിച്ച് വചനം വെളിപ്പെട്ട് കിട്ടുക. പിന്നെ നമുക്ക് മുമ്പിലൊന്നുമില്ല. വെളിപ്പെട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി തരിക. വചനത്തിന് ശ്രദ്ധ കൊടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വചനഭാഗം അത് കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരും. അതിൻ്റെ ഒരാശയം, അതിൻ്റെ ദൈവം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, അങ്ങേ അറിഞ്ഞവരാണ് ഞങ്ങൾ കർത്താവെ, എങ്കിലും വളർച്ച പ്രാപിക്കാൻ നാളിതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കണ്ണും കാതുമെല്ലാം ഞങ്ങൾ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നത് ലോകത്തിലേക്ക്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നശ്വരമായ കാര്യങ്ങൾ മാത്രം, മരിച്ച് 70-80 വയസ്സിൽ തീരുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഞങ്ങൾ ശ്രദ്ധ വെച്ചു. നിത്യത, അനശ്വരതയിലേക്ക് ശ്രദ്ധ വെക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം നിത്യത, ഇറ്റേണൽ ലൈഫ്, ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, യേശുവിലാണ്. ആ യേശുവിനെ അറിയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. യേശുവിനെ അറിയാൻ യേശുവിൻ്റെ വചനത്തിലൂടെ അറിയേണ്ടത്. പിന്നെ കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവിക ജീവനാണ്. ആ കൂദാശകൾ തന്നെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ വചനത്തിൻ്റെ നല്ലൊരു അടിത്തറ വേണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6 ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ കൂദാശകൾ യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമാണ് ദിവ്യകാരണത്തോട് ലഭിക്കുന്നത് ബോധ്യം ലഭിക്കണമെങ്കിൽ വചനത്തിൻ്റെ അടിത്തറ വേണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഇതിൻ്റെ വചനത്തിൻ്റെ അർത്ഥം വെളിപ്പെടണമെങ്കിൽ, ഇതിൻ്റെ അർത്ഥമൊക്കെ വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്കത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ വചനത്തിൻ്റെ അടിത്തറ വേണം. അപ്പം കർത്താവെ, ഞങ്ങൾക്ക് വചനത്തിൻ്റെ അടിത്തറ നന്നായിട്ട് ലഭിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, സഹനങ്ങൾ അത് കർത്താവ് അനുവദിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടി പൂർണ്ണമായിട്ട് കർത്താവിനോട്, കർത്താവ് എനിക്ക് കഴിവില്ല, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിവില്ല, അവിടെ നിന്ന് എനിക്ക് ശക്തി തന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. ആ ഒരു ബോധ്യത്തോടു കൂടി എൻ്റെ ജീവിതം ക്രമീകരിച്ച് പരിപൂർണമായി
അങ്ങിൽ സമർപ്പിക്കുക. ലോകത്തിന് ഞാൻ മരിക്കണം. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ജഡികമായ ആസക്തികൾ, പാപ സാഹചര്യങ്ങൾ, അതിനെല്ലാം ഞാൻ മാമോദിസയിൽ ക്രിസ്തുവിനോട് മരിച്ചു. ഇനി അതിനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും എന്നിലേക്ക് വന്നാൽ ഞാൻ ആ സാഹചര്യങ്ങൾക്കെല്ലാം ക്രിസ്തുവിൽ മരിച്ചവനാണെന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ ക്രിസ്തു ഉദ്ധാനം ചെയ്തു. അപ്പം റോമാലേഖനം 10 അധ്യായത്തിൽ അത് പറഞ്ഞല്ലോ. അത്തരത്തിൽ കർത്താവ് യേശുവിൻ്റെ കർത്താവാണ്. യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്തു എന്നതിൻ്റെ അർത്ഥം. അത് വിശ്വസിച്ചു, ദൈവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു. അപ്പം ക്രിസ്തുവിനോട് ഞാൻ മരിച്ചു. എന്നിലെ സെൽഫ്, എന്നിലെ സ്വാർത്ഥത, എൻ്റെ സ്വന്തം സത്ത, അത് ജഡികമാണ്, പാപകരമായ ശരീരമാണ്. അത് യേശു ക്രിസ്തുവിനോട് മരിച്ചു. അതുകൊണ്ടാണ് പൗലോസ് ലേഖകൻ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ് കർത്താവ്, അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരണം. അങ്ങ് എന്നിൽ ജീവിക്കണം. അങ്ങ് എന്നിൽ ജീവിക്കുന്ന അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യും. എൻ്റെ കണ്ണ് നിത്യതയിലേക്കാകും, എൻ്റെ കാത് നിത്യതയിലേക്കാകും, എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എല്ലാം നിത്യത. അതുകൊണ്ട് കൊളോസസ് ലേഖനത്തിൽ ഈശോ പരിശുദ്ധാത്മാവ് പൗലോസിലോട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളല്ല, ഉന്നതത്തിലുള്ള, ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ ജീവൻ ദൈവത്തോടൊപ്പം ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് ഈശോ ഞങ്ങളെ നയിക്കണമേ. അങ്ങയെ മാത്രം നോക്കണം ഞങ്ങളുടെ കണ്ണുകൾ, മാത്രം കേൾക്കണം ഞങ്ങളുടെ കാതുകൾ, ഞങ്ങളുടെ ഹൃദയം അങ്ങിലേക്ക് മാത്രം തിരിഞ്ഞ് അങ്ങയുടെ വചനം കൊണ്ട് നിറയണം. ആ ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ രൂപപ്പെടുത്തണേ. വചനം ഇനിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊന്നും അതെല്ലാം അത്യധികമായിട്ട് ഞങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല. വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. കർത്താവ് ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.